ഈ രാഷ്ട്രീയ പാർട്ടികളിലെ കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാൻ അറിയുന്ന ഏക പാർട്ടി CPM ആണ്. ഇത്തരത്തിലൊരു വെട്ടിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഴിമതി അല്ലെങ്കിൽ ഒരു സ്വജനപാതം നടത്താൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ അങ്ങേയറ്റം ബിരുദം നേടിയവരാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ഞാൻ ശക്തിയുക്തം താങ്കളോട് പറയുന്നു, ഈ കേസിൽ ഇതിന് മുകളിലേക്കുള്ള ഒരു അറസ്റ്റ് നടക്കില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കില്ല. MK ഹരിദാസ്, ഇവിടെ ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം നടന്നു, തുടർന്ന് ഉണ്ടായിട്ടുള്ള ചില കശപിശകൾക്കിടയിൽ വന്ന ഒരു വിഷയമാണ്. അതിൽ ദേവസ്വം ബെഞ്ച് സ്ട്രോങ് ആയ നടപടി എടുത്തതുകൊണ്ടാണ് ഒരു പരിശോധന വന്നത്. പരിശോധന വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഈ തരത്തിലാണെന്ന് മനസ്സിലായത്. എന്തായാലും ഇപ്പോൾ ഒരു വലിയ കൊള്ളയുടെ ഇതളിങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ CPM-ന്റെ വാദം ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ കട്ടിട്ടുണ്ടോ, ആരൊക്കെ അവധാനതക്കുറവ് കാണിച്ചിട്ടുണ്ടോ അവരൊക്കെ അതിന് വെള്ളം കുടിക്കും, ഞങ്ങളാരെയും സംരക്ഷിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിൽ പുരോഗമിക്കുകയാണല്ലോ. ഇത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇത് എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാമെന്ന്. ഇവിടെ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ മാത്രം വിഷയമായിരിക്കില്ല, ഇതൊരു സിസ്റ്റമായി മാറിയിട്ടുണ്ടാവും. ദേവസ്വം ബോർഡിൻ്റെതും അല്ലാത്തതുമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിലേക്കൊക്കെ വളരെ കൃത്യമായി താല്പര്യങ്ങളോട് കൂടി വരുന്ന റാക്കറ്റുകൾ ഈ പഴുത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ സാധ്യത ഉപയോഗിച്ച് പലതും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ മൊത്തത്തിലൊരു കറക്ഷൻ ആവശ്യമുണ്ടല്ലോ. അതിപ്പോൾ ശബരിമലയുടെ മാത്രം വിഷയവുമല്ല, ഒരു ശുദ്ധീകരണം നടക്കാൻ ഈ വിവാദം വഴിതെളിക്കുമോ എന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും അത് യാതൊരു സംശയവും ഇല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസ് കേട്ട ജഡ്ജി പറഞ്ഞു, ഈ കേസിന് വിധി പറയുന്നത് ശബരിമല വിഷയത്തിൻ്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ശേഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ ക്ഷേത്രങ്ങളുടെയും എല്ലാ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെയും മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ട് എന്തെല്ലാം ദേവസ്വങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായൊരു ചരിത്രം പുറത്തേക്ക് വരാൻ ഈ കേസ് വളരെയധികം ആയി പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ശ്രീ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി ഞാൻ പറയുമ്പോൾ അഭിലാഷ് ഇടപെടരുത്. കരുവന്നൂർ കേസ് എന്തായി എന്ന് അദ്ദേഹം വിരല് നികർത്തിയിട്ട് ചോദിക്കുന്നത് കേട്ടു. കരുവന്നൂർ കേസിലെ ED വന്നതിന് ശേഷമാണ് ഒരു വ്യക്തിയെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഒരു KP അരവിന്ദാക്ഷനെ കഴിഞ്ഞത് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. കോഴിയുടെ കാലിമ്പിൽ മുടി ചുറ്റിയ മാതിരി ഒരു ക്രൈംബ്രാഞ്ച് 6 മാസം ഈ കരുവന്നൂർ കേസ് അന്വേഷിച്ചിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ED വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് നത്തോലിയാണെങ്കിലും ഒരു KP അരവിന്ദാക്ഷൻ അകത്തായി എന്നല്ലേ നമ്മൾ കരുതേണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ അങ്ങേക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇത് മാറ്റുക. പിന്നെ അങ്ങ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈക്കോടതിയിലെ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ട് എന്തുകൊണ്ടൊരു പെറ്റീഷൻ രമേശ് ചെന്നിത്തല കൊടുത്തിട്ടില്ല? രമേശ് ചെന്നിത്തല കൊടുക്കേണ്ട ആവശ്യമില്ല. MR അജയൻ എന്ന് പറയുന്ന ഒരു മുൻ പത്രപ്രവർത്തകൻ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു കേസുണ്ട്. CBI അന്വേഷണം, ശബരിമല വിഷയത്തിലെ സമഗ്രമായിട്ടുള്ള CBI അന്വേഷണം വേണം. കാരണം ഇവിടെ നിന്ന് ഈ സ്വർണമൊക്കെ കടത്തിയിരിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിലേക്കാണ്. അന്യ സംസ്ഥാനങ്ങളിലേക്ക് SITക്ക് പോയി കഴിഞ്ഞാൽ ഈ കേസ് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ളത്. ശ്രീ അഭിലാഷ്, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ രാഷ്ട്രീയ പാർട്ടികളിലെ കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാൻ അറിയുന്ന ഏക പാർട്ടി CPM ആണ്. ബാക്കി എല്ലാവർക്കും പഴുതടച്ചുകൊണ്ടൊരു കക്കല് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വെട്ടിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഴിമതി അല്ലെങ്കിൽ ഒരു സ്വജനപാതം നടത്താൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ അങ്ങേയറ്റം ബിരുദം നേടിയവരാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടി കേരളം ഭരിക്കുന്ന 9.5 വർഷത്തിനുള്ളിൽ ഒരു ശബരിമലയിൽ ഇത്തരത്തിലൊരു കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടായിരിക്കണം ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കേരളത്തിൽ 10% ജനങ്ങൾക്കില്ല. കാരണം ഈ സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനെങ്കിലും വിളിപ്പിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്ത് 2026 തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ 1 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ശക്തിയുക്തം താങ്കളോട് പറയുന്നു, ഈ കേസിൽ ഇതിന് മുകളിലേക്കുള്ള ഒരു അറസ്റ്റ് നടക്കില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കില്ല. ഇവിടെ CPM പ്രതിനിധിയുടെ ലാഘവത്തോടു കൂടിയുള്ള പറച്ചില് 6 or 7 ദേവസ്വം ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിൽ BJPക്കാരുണ്ട്, അവരിൽ കോൺഗ്രസ്സുകാരുണ്ട്, അവരിൽ കേരള കോൺഗ്രസ്സുകാരുണ്ട്. നാണമില്ല സുഹൃത്തെ ഇങ്ങനെ സംസാരിക്കാൻ. 3 ഉന്നതരായ CPM-ന്റെ പ്രവർത്തകർ അകത്ത് കിടക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു കൊള്ള നടത്തിയതിനെ പറ്റിയിട്ട് ഇത്ര ലാഘവമായിട്ട് സംസാരിക്കരുത്. നിങ്ങൾ ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ 10 കോടി രൂപ എടുത്തിട്ട് എന്താണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തവരാണ് നിങ്ങൾ. ദേവസ്വത്തിൻ്റെതായ ഈ ഭക്തരുണ്ടല്ലോ ശ്രീ അനിൽകുമാർ, താങ്കൾ മനസ്സിലാക്കണം, കോഴിമുട്ട വിറ്റിട്ടും ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പലിശയ്ക്ക് എടുത്തിട്ടുമാണ് ഈ ദേവസ്വത്തിൽ ഈ അമ്പലങ്ങളിൽ വന്നിട്ട് അവിടെ ഈ വഴിപാട് എന്ന് പറയുന്ന കൃത്യം ചെയ്യുന്നത്. അത് സ്വർണത്തിൻ്റെതാവാം, വെള്ളിയുടേതാവാം, ചിലപ്പോൾ 1 രൂപയാവാം ഇടുന്നത്. അത്തരത്തിലുള്ള ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവരേക്കാളും കൂടുതൽ സർക്കാരിനാണ്. ആ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിനാണ്. ആ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിക്കാണ്. ആ മന്ത്രിയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ട് അവിടെ താഴോട്ടുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ളൂ. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന്
താങ്കളുടെ ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുകയാണ്. ശരി. പക്ഷെ ഞാനും എന്നെ പോലുള്ളവരും വിശ്വസിക്കുന്നു. ഇപ്പൊ ഈ ചർച്ചയിൽ ഇന്റർവെല്ലിൽ എനിക്ക് 4-5 മെസ്സേജുകൾ വന്നു. ഒരു ചുക്കും ചുണ്ണാമ്പും ഇതിനപ്പുറം സംഭവിക്കില്ല. കാരണം ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ള ഈ CPM-ന്റെ പ്രവർത്തകരുടെ ഉന്നത ശ്രേണിയിലുള്ളവരാൽ ഭരിക്കപ്പെടുന്ന ഈ സർക്കാർ കേരളം ഭരിക്കുന്നിടത്തോളം കാലം അവരുടെ കീഴിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ SIT അന്വേഷണത്തിലെ ഇതിനപ്പുറം ഒന്നും നടക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ അശുഭാപ്തി വിശ്വാസിയാണ് അങ്ങ്. നോക്കാം നമുക്ക് എന്ത് നടക്കുമെന്ന്.